സോ ഗുഡ് ഈവനിങ് എവറി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. ഏകദേശം ഒരു 17-18 പേരോളം ക്ലാസ്സിന് എത്തിക്കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. കഴിഞ്ഞതിൽ നമ്മൾ കൺജങ്ഷൻ ഏതാനും ഗ്രൂപ്പ് പറഞ്ഞിരുന്നു. ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കൺജങ്ഷൻ ബാക്കിയുള്ള നമ്മൾ ചർച്ച ചെയ്യണം. മാത്രമല്ല ഒരു ടാസ്ക് ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ടെൻസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയും വേണം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഇൻ ദ ഇവൻ്റ് ദാറ്റ് എന്നായിരുന്നു. ഇൻ ദ ഇവൻ്റ് ദാറ്റ്. ഇനി അടുത്ത് പഠിക്കാൻ ലെസ്റ്റ്. ലെസ്റ്റ് മീൻസ് അല്ലാത്ത പക്ഷം. ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു വാക്യം പറഞ്ഞുതരാം. യു വിൽ ഫെയിൽ ലെസ്റ്റ് യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായി പഠിക്കണം, അല്ലാത്ത പക്ഷം നീ പരാജയപ്പെടും. അതാണ് യു വിൽ ഫെയിൽ, നീ പരാജയപ്പെടും. ലെസ്റ്റ് യു ഷുഡ് സ്റ്റഡി വെൽ. അർത്ഥം പറയുമ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് അർത്ഥം പറയുമ്പോഴേ ശരിയാവുള്ളൂ. ഈ ഒരു പ്രയോഗം അങ്ങനെയാണ്. ലെസ്റ്റ് യു വിൽ റീച്ച് ഏർലി ലെസ്റ്റ് യു ഷുഡ് നോട്ട് വെയിറ്റ് ഹിയർ. ഓക്കെ. നമുക്ക് അങ്ങനെ വാക്യങ്ങൾ കുറെ പറയാം. ഞാൻ കുറച്ചും കൂടി സിമ്പിളായ വാക്യം പറഞ്ഞുതരാം. യു വിൽ വിൻ ലെസ്റ്റ് യു ഷുഡ് സ്റ്റഡി ഹാർഡ്. ഓക്കെ. അല്ലെങ്കിൽ യു ഷുഡിൻ സ്റ്റഡി ഹാർഡ്. നീ നന്നായി പഠിക്കുന്നില്ല, അല്ലാത്ത പക്ഷം നീ എന്ത് ചെയ്യും? പരാജയപ്പെട്ടേക്കാം. ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് ലെസ്റ്റ് കഴിഞ്ഞ ശേഷം ഒരു ഷുഡ് ഉപയോഗിക്കും വാക്യരചനയിൽ. അപ്പോൾ നല്ല വാക്യം തന്നെയാണ്. യു വിൽ ഫെയിൽ ലെസ്റ്റ് യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായി പഠിക്കണം, അല്ലാത്ത പക്ഷം നീ പരാജയപ്പെടും. ലെസ്റ്റ് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള പ്രയോഗമാണ് എന്ന് പറയാതെ വയ്യ. സാധാരണ സംസാര ഭാഷയിലൊന്നും ഈ പ്രയോഗം കടന്നു വരാറില്ല. പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന സാഹിത്യ പുസ്തകങ്ങളിൽ മാത്രമേ ലെസ്റ്റ് കൂടുതലും വരാറുള്ളൂ. നെക്സ്റ്റ് ആണ് നൗ ദാറ്റ്. നൗ ദാറ്റ് മീൻസ് ആ കാരണത്താൽ. നൗ ദാറ്റ് ആ കാരണത്താൽ. ഓക്കെ. I couldn't attend the class yesterday now that I had a fever. Or now that I had a fever, I couldn't attend the class yesterday. എനിക്ക് പനി ആയിരുന്ന കാരണത്താൽ ഇന്നലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നൗ ദാറ്റ് ആദ്യം യൂസ് ചെയ്യാം. നൗ ദാറ്റ് ഐ ഹാഡ് എ ഫീവർ ഐ കുഡിൻറ്റ് അറ്റൻഡ് yesterday's class or I couldn't attend class yesterday. ഓക്കെ. നല്ല ഈസിയാണ് ഈ പ്രയോഗം, മനസ്സിലാക്കാനും ഈസിയാണ്. ഓക്കെ. നൗ ദാറ്റ് ആ കാരണത്താൽ. അപ്പോൾ എക്സാമ്പിളിൻ്റെ കൂടുതൽ ഇത് ചോദിക്കാം. ഒന്നുകൂടി എക്സാമ്പിൾ പറയാം. നൗ ദാറ്റ് ഐ ഹാഡ് ഫീവർ ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു വാക്യം ആരംഭിക്കുമ്പോഴാണ്. സാധാരണ ഈ സ്റ്റോറിയൊക്കെ ആരംഭിക്കുമ്പോൾ വൺസ് യൂസ് ചെയ്യാറുണ്ട്. വൺസ് ഇഫ് യു ടേക്ക് റിസ്ക് യു വിൽ വിൻ ഇൻ ദ മാച്ച്. വൺസ് ഇഫ് യു ടേക്ക് റിസ്ക്, ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യം നീ ലൈഫിൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിനക്ക് മത്സരത്തിൽ വിജയിക്കാൻ പറ്റും. വൺസ് if you take risk in your life. Once if you take risk in your life you will pass. Okay. Once if you take risk in your life, നിങ്ങൾ എഴുതുമ്പോൾ ഒരു കോമ ഇട്ടോണ്ടി, ലൈഫിന് ശേഷം കോമ ഇടണം. യു വിൽ പാസ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഓൺലി ഇഫ്. എങ്കിൽ മാത്രം. എങ്കിൽ മാത്രം. Okay. All of you will be permitted to exam hall only if you present hall ticket. എന്താണ്? All of you will be permitted to
എക്സാം ഹാൾ. നിങ്ങളെല്ലാവരെയും എക്സാം ഹാളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും, പ്രവേശനം കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും. ഓൺലി ഇഫ്, എങ്കിൽ മാത്രം യു പ്രസന്റ് യുവർ ഹോൾ ടിക്കറ്റ്, നിങ്ങളെ ഹോൾ ടിക്കറ്റ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 6 കൺജങ്ഷന്റെ ഭാഗമായി. ഇന്നലെ നമ്മൾ കൺജങ്ഷന്റെ എല്ലാ ഭാഗവും പറഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മൾ 2 വരി മാത്രമാണ് പറഞ്ഞത്. അതിൽ ഇനിയും പറയാനുണ്ട്. ആ ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൺലി ഇഫ്. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എക്സാമ്പിളിന്റെ കൂടെ തന്നെ എഴുതിയ ചോറുട്ടാ. അടുത്തതാണ് പ്രൊവൈഡ് ദാറ്റ്, ആകുന്ന പക്ഷം. ശ്രദ്ധിക്കുക, പ്രൊവൈഡ് ദാറ്റ്, ആകുന്ന പക്ഷം. ഓൺലി ഇഫ് ഒക്കെ അല്ലേ? ഓൺലി ഇഫ് എക്സാമ്പിൾ ഞാൻ പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയട്ടെ. ഓൺലി ഇഫ് ആ എക്സാമ്പിൾ ഒരു എക്സാമ്പിളിനെ പറഞ്ഞുള്ളൂ. കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇതൊക്കെ നമ്മൾ സംസാര ഭാഷയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഓൾ ഓഫ് യു വിൽ ബി പെർമിറ്റഡ് ടു എക്സാം ഹാൾ ഓൺലി ഇഫ് യു പ്രസന്റ് യുവർ ഹോൾ ടിക്കറ്റ്. All of you will be permitted to exam hall only if you present your hall ticket. നിങ്ങൾ ഹോൾ ടിക്കറ്റ് പ്രസന്റ് ചെയ്താൽ മാത്രമല്ല നിങ്ങളെ എക്സാം ഹാളിലേക്ക് കടത്തിവിടുള്ളൂ അല്ലേ? അതിനെ പറഞ്ഞേക്കേണ്ടത്. നിങ്ങൾ എല്ലാവരെയും എക്സാം ഹാളിലേക്ക് കടത്തിവിടും. ഒരു കണ്ടീഷൻ, നിങ്ങൾ ഹോൾ ടിക്കറ്റ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് പ്രൊവൈഡ് ദാറ്റ് ആണ്. ആകുന്ന പക്ഷം, പ്രൊവൈഡ് ദാറ്റ്. ഓക്കെ, ഇതന്നെ പറയാം. ഈ ഓൺലി ഇഫിന്റെ അതേ എക്സാമ്പിൾ തന്നെ പ്രൊവൈഡ് ദാറ്റിലും പറയാം. ഓൾ ഓഫ് യു വിൽ ബി പെർമിറ്റഡ് ടു എക്സാം ഹാൾ പ്രൊവൈഡ് ദാറ്റ് യു പ്രസന്റ് യുവർ ഹോൾ ടിക്കറ്റ്. ആ ഓൺലി ഇഫിന് പകരം പ്രൊവൈഡ് ദാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി ആ പ്രയോഗം. എന്താണ്? നിങ്ങളെല്ലാവരും ഹോൾ ടിക്കറ്റ് പ്രസന്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളെ എല്ലാവരെയും പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിടും. ഓൾ ഓഫ് യു വിൽ ബി പെർമിറ്റഡ് ടു ദ എക്സാം ഹാൾ പ്രൊവൈഡ് ദാറ്റ് യു പ്രസന്റ് യുവർ ഹോൾ ടിക്കറ്റ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പ്രസന്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളെല്ലാവരെയും എക്സാം ഹാളിലേക്ക് കടത്തിവിടുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. പത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് പ്രൊവൈഡ് ദാറ്റ്. ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു പ്രയോഗം കാണാറുണ്ട്. ഓക്കെ, അടുത്തതാണ് സിൻസ് ബിക്കോസ് തന്നെയാണ്, ആ കാരണത്താൽ. ആസ്, സിൻസ്, ബിക്കോസ് ഇതൊക്കെ നമുക്ക് ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യാം. ആ കാരണത്താൽ. ഓക്കെ, സിൻസ്, ആ കാരണത്താൽ. ഓക്കെ, സിൻസ് ഐ ഹാഡ് ഫീവർ ഐ കുഡിന്റ് അറ്റൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. സിൻസ് ഐ ഹാഡ് ഫീവർ, എനിക്ക് പനിയായിരുന്നു, ആ കാരണത്താൽ, എനിക്ക് പനി ഉണ്ടായിരുന്നു, ആ കാരണത്താൽ എനിക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അഥവാ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ തന്നെ നമ്മൾ ആ ഒരു നൗദാറ്റിന് പകരം സിൻസ് ഉപയോഗിച്ചതാണ്. ഓക്കെ, ഇനി നൗദാറ്റും ഏകദേശം അതേ മീനിങ് തന്നെയാണ്, സിൻസിന്റെ അതേ മീനിങ് തന്നെയാണ്. ഓക്കെ, ഇനി സപ്പോസിങ്, സങ്കല്പിച്ചുകൊണ്ട്, സപ്പോസിങ്. ഓക്കെ, യു ക്യാൻ ബി എ ഗുഡ് ടീച്ചർ സപ്പോസിങ് ദാറ്റ്, സപ്പോസിങ് ദാറ്റ് വരും, സപ്പോസിങ് ദാറ്റ് യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായി പഠിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കുക, ആ ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ യു ക്യാൻ ബി എ ഗുഡ് ടീച്ചർ, നല്ലൊരു ടീച്ചർ ആവാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ പറയുക, എന്താണ്? യു ഷുഡ് സ്റ്റഡി വെൽ സപ്പോസിങ് ദാറ്റ് യു ക്യാൻ ബി എ ടീച്ചർ. നല്ലൊരു ടീച്ചർ ആവണം എന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ട് നീ നന്നായി പഠിക്കണം എന്നർത്ഥം. അപ്പോൾ കുറച്ചും കൂടി നല്ല എക്സാമ്പിൾ അതാണ്. യു ഷുഡ് സ്റ്റഡി വെൽ സപ്പോസിങ് ദാറ്റ് യു ക്യാൻ ബി എ ഗുഡ് ടീച്ചർ. യു ഷുഡ് സ്റ്റഡി വെൽ സപ്പോസിങ് ദാറ്റ് യു ക്യാൻ ബി എ ഗുഡ് ടീച്ചർ. നല്ലൊരു ടീച്ചർ ആവണം എന്ന ഉദ്ദേശത്തോടു കൂടി നന്നായി പഠിക്കുക, നിനക്ക് നല്ലൊരു ടീച്ചർ ആവാൻ കഴിയും. ഓക്കെ, യെസ്, മനസ്സിലായല്ലോ. അടുത്തതാണ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും
രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഷീ ഈസ് ടോളർ ദാൻ മീ. അവൾക്ക് എന്നേക്കാൾ പൊക്കമുണ്ട്. ഷീ ഈസ് ടോളർ ദാൻ മീ. അവൾക്ക് എന്നേക്കാൾ പൊക്കമുണ്ട്, ഹൈറ്റ് ഉണ്ട്. ദാനും ഒറ്റ എക്സാമ്പിൾ മതി എന്ന് തോന്നുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ദോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഓൾദോയും ദോയും ഒരേ മീനിങ് ആണ്. എങ്കിലും ഓൾദോ ഐ ഹാഡ് ഫീവർ ഐ കുഡ് അറ്റൻഡ് ദ ക്ലാസ്. അവിടെ അർത്ഥം വേറെയാണ് കേട്ടോ. ഓൾദോ ഐ ഹാഡ് ഫീവർ, എനിക്ക് പനി ഉണ്ടായിരുന്നു, എന്നിട്ടും എങ്കിലും ഐ കുഡ് അറ്റൻഡ് ദ ക്ലാസ്, ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ട് വാക്യങ്ങളെ ചേർക്കുമ്പോഴാണ് ഓൾദോയും ദോയും യൂസ് ചെയ്യുക. ഓൾദോയും ദോയും യൂസ് ചെയ്യുക. എങ്കിലും, എന്നിരുന്നാലും എന്നൊക്കെയാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. അതും കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ദോ അല്ലെങ്കിൽ ഓൾദോ, എങ്കിലും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ദോ യെസ്റ്റർഡേ വാസ് റെയിനി ഡേ ഐ കുഡ് അറ്റൻഡ് ദ ക്ലാസ്. ഇന്നലെ മഴയുള്ള ദിവസമായിരുന്നു, എന്നിരുന്നാലും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് അറ്റൻഡ് ദ ക്ലാസ്. ഓക്കെ, ദോ യെസ്റ്റർഡേ വാസ് എ റെയിനി ഡേ ഐ കുഡ് അറ്റൻഡ് ദ ക്ലാസ്. ഓക്കെ, പ്രയോഗങ്ങൾ വളരെ ഈസിയാണ്, അതേപോലെ ഉൾക്കൊള്ളണം. അടുത്താണ് ടിൽ. TILL, ടിൽ, വരെ. ടിൽ വരെ. ഓക്കെ, യു ക്യാൻ ബിക്കം എ ഗുഡ് ടീച്ചർ ടിൽ യു ഷുഡ് സ്റ്റഡി യുവർ ലെസൺസ് ഹാർഡ്. വലിയ വാക്യാണ് കേട്ടോ. യു ക്യാൻ ബി എ ഗുഡ് ടീച്ചർ ടിൽ യു ഷുഡ് സ്റ്റഡി യുവർ ലെസൺസ് വെരി ഹാർഡ്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, ഇതിന് മീനിങ് പറഞ്ഞുതരാം. നീ നന്നായി പഠിക്കണം, അതുവരെ നിനക്കൊരു നല്ല ടീച്ചറാവാൻ കഴിയും. നന്നായി പഠിച്ചു കഴിഞ്ഞാലേ നിനക്ക് ടീച്ചറാവാൻ കഴിയുള്ളൂ എന്നാണ് സൂചന. ടിൽ വരെ. വേറൊരു മീനിങ് പറയാം. ഐ വെയിറ്റഡ് ദർ ടിൽ ഹി കെയിം. ഐ വെയിറ്റഡ് ദർ, ഞാൻ അവിടെ കാത്തുനിന്നു. ടിൽ ഹി കെയിം, അവൻ വരുന്നത് വരെയും. അപ്പോൾ അവൻ വരുന്നത് വരെ ഞാൻ അവിടെ കാത്തുനിന്നു. ഐ വെയിറ്റഡ് ദർ ടിൽ ഹി കെയിം. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സിമ്പിൾ എക്സാമ്പിൾ ഇതാണെന്ന് തോന്നുന്നു. ഇത് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ വെയിറ്റഡ് ദർ ടിൽ ഹി കെയിം. അവൻ വരുന്നത് വരെയും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കിയുള്ള എക്സാമ്പിൾ കൂടി പറയട്ടെ, അതോ എക്സാമ്പിളിന് ഈ ബാക്കിയുള്ള വാക്കുകൾ നാളേക്കാക്കണം? കൺഫ്യൂഷൻ ആവുമോ? പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ. പ്രയോഗങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഇതൊക്കെ പഠിക്കണ്ടേ? അപ്പൊ എന്നാൽ നമുക്ക് ടില്ലിന്റെ അവിടെ ഇന്ന് നിർത്തിയിട്ട് നമുക്ക് ടെൻസിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ടില്ല് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് മാക്സിമം ഇന്നലത്തെയും ക്ലാസ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെയും നമ്മൾ മിക്കവാറും ക്ലാസ് വെക്കും. നാളെ ബാക്കിയുള്ള പ്രയോഗങ്ങളും പറയാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിയും. എക്സാമ്പിളൊക്കെ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ട്. അർത്ഥവും നിങ്ങൾ എഴുതി വെച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുമ്പോൾ അർത്ഥവും എഴുതി വെച്ചോളൂ കേട്ടോ. കാരണം എങ്കിലും നമുക്ക് ഇത്തരം പ്രയോഗങ്ങൾ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഒരു മിനിറ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് കോൾ വരുന്നുണ്ട്, ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കോൾ വന്നിരുന്നു. കോൾ വരുമ്പോൾ നമുക്ക് ക്ലാസ് ഒന്ന് സ്റ്റക്കാവും. അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് ഇല്ലാതായത്. ഇപ്പം എല്ലാവരും ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ടെൻസ്, ഇനി ബാക്കിയുള്ള പ്രയോഗങ്ങൾ നാളെ പറയാം. കൺജങ്ഷന് ടെൻസിൻ്റെ ഭാഗം ഇനി നമ്മൾ ഇന്നലെ ജസ്റ്റ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ തുടങ്ങി വെച്ചു. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചാപ്റ്റർ 7 ആണ്. അപ്പോൾ ക്ലാസ്സിൽ വൈകി ജോയിൻ ചെയ്ത ആളുകൾ
ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 7 ആണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ ടെൻസിനും, അത് പ്രസൻ്റ് ആവട്ടെ, പാസ്റ്റ് ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, ദർ ഈസ് 4 ഡിവിഷൻസ് ടു എവരി 3 ടെൻസസ്. നമ്മൾ പഠിക്കുന്ന 3 ടെൻസിനും ഓരോ ടെൻസിനും എന്താ പറയുക, 4 ഡിവിഷൻസ് വീതം ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ ഇപ്പോൾ പ്രസൻറ്റിൻ്റെ ആദ്യ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ്. ഇതിനെ സിമ്പിൾ പ്രസൻറ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ അതിൻ്റെ പ്രയോഗമാണ് പഠിക്കാൻ പോകുന്നത്. 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത് സ്ട്രക്ചർ, എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ടെൻസിലും സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, സെൻറ്റൻസ് ഉണ്ടാക്കുന്ന ബേസിക്കായ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ആദ്യ ഘട്ടത്തിൽ പറയുക. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ എക്സാമ്പിൾ പറയും. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ആ ടെൻസിൻ്റെ പ്രധാന പ്രയോഗങ്ങളും പറയും. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുന്നത് വളരെ വളരെ നന്നായിരിക്കുമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ആദ്യം സെൻറ്റൻസ് സ്ട്രക്ചർ, പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഘട്ടം സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഇവിടെ നമുക്കറിയാം, ഇംഗ്ലീഷിൽ സിംഗുലറായി വരുന്ന സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറലായി വരുന്ന സബ്ജക്റ്റും ഉണ്ട്. സിംഗുലറായി വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, ഈ 3 വാക്കുകളാണ് പൊതുവായി കാണുന്നത്. ഇനി ഒരാളെ മാത്രം പേര് വരികയാണെങ്കിൽ അതും സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് ഇംഗ്ലീഷിൽ കരുതുന്നത്. ഇനി പ്ലൂറലായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ ഓർമ്മയിൽ വരേണ്ടത് അയ്യോദേവിയാണ്. ഐ, യു, ദേ, വി. ഐ ഞാൻ, യു നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ. ഈ 4 വാക്കുകളെ എണ്ണം നോക്കരുത്. ഇപ്പോൾ ഐ പലപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ എണ്ണം കൊണ്ട് ഒരാളെ ഉള്ളുവെങ്കിലും ബഹുമാന പുരസ്കരം യൂസ് ചെയ്യുന്നൊരു പദമാണ് ഐ. അതുകൊണ്ട് ഐ എന്ന വേർഡ് ഇംഗ്ലീഷിൽ പ്ലൂറലാണ്. നേരെ മുമ്പിലുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ് ഇംഗ്ലീഷുകാർ. അവർ സംസ്കാരവും അത് തന്നെയാണ്. അതുകൊണ്ട് യു എന്ന വേർഡും പ്ലൂറലാണ്. യുവിൻ്റെ അർത്ഥം നീ എന്ന് പറയുമ്പോൾ ആ ഒരു ബഹുമാനം വരൂല. അതുകൊണ്ട് യുവിന് ഏറ്റവും കൂടുതൽ നല്ലൊരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മളെ മലയാളീയ സംസ്കാരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യുവിന് നീ എന്നൊക്കെ അർത്ഥം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് യു പ്ലൂരലാണ്. ഇനി ദേ എന്ന് പറയുമ്പോൾ അവർ, കുറേ ആളുകളുണ്ട്, അർത്ഥം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ആളുകളുണ്ട്, അതും പ്ലൂരലാണ്. വി ഞങ്ങൾ, അതും പ്ലൂരലാണ്. അപ്പോൾ ഇനി സിംഗുലർ ആയിട്ടുള്ള ഹീയും ഷീയും യൂസ് ചെയ്യുമ്പോൾ, ഇറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ വാക്യരചന നടത്തുക. വാക്യരചന എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ, നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാം. അതിനാദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന ആൾ വേണം. ഈ കാര്യം ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അതാണ് സബ്ജക്റ്റ്. ഗ്രാമറിൽ അങ്ങനെയാണ് പറയട്ടോ, സബ്ജക്റ്റ് കാര്യം ചെയ്യുന്ന ആൾ. അപ്പോൾ ഹീ കാര്യം ചെയ്യുന്ന ആളാണ്. ഹീ പ്ലേസ്, അവൻ കളിക്കുന്നു. ഹീ പ്ലേസ്. ഓക്കെ, അവിടെ നമ്മൾ പ്ലേ എന്ന വേർഡിൻ്റെ കൂടെ യെസ് ആഡ് ചെയ്യണം. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യെസ് അല്ല ആഡ് ചെയ്യുന്നത്. നമ്മളെ കൂട്ടത്തുനിന്ന് ഒരു നല്ല തടിയുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് ആ പ്ലേൻ്റെ അവിടെ ഒളിപ്പിച്ച് നിർത്തുകയാണ്. പക്ഷേ മൂപ്പരാളെ തടി കൊണ്ട് മൂപ്പരെ ചില ബോഡി പാർട്സൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന ഒരു ബോഡി പാർട്ടാണ് യെസ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, എന്നാൽ വേഗം കാര്യം പിടികിട്ടും. ഹീ പ്ലേസ്. കണ്ടോ? ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പിന്നെ അറിയാമായിരിക്കും. ആ ഒളിഞ്ഞിരിക്കുന്ന ഡസ് എന്ന സഹായക്രിയയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഹീ ഡസ് നോട്ട് പ്ലേ എന്ന് പറയും. ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഹീ പ്ലേസ്, ഡസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എസ് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഹീ ഡസ് നോട്ട് പ്ലേസ് എന്ന് പറയരുത്, പ്ലേ എന്നേ പറയാവൂ. പ്ലേസ് എന്ന് പറയാനുള്ള കാരണം അവിടെ ഡസ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വാക്യരചന പഠിഞ്ഞു കഴിഞ്ഞു. ഹീ പ്ലേസ്, ഷീ പ്ലേസ്, ഹീ കംസ്, ഷീ കംസ്, ഇറ്റ് ബാർക്സ്. ബാർക്ക് എന്ന് പറഞ്ഞാൽ കുരക്കുക. ഇപ്പോൾ നായകൾ കുരക്കുന്നതിന് നമ്മൾ ഇറ്റ് ബാർക്സ് എന്നാണ് പറയുക. ഓക്കെ, BARKS, BARKS കുരക്കുക.
കേട്ടോ. മനുഷ്യന്മാരെ കുറെ വാർക്കല്ല കേട്ടോ, മനുഷ്യന്മാരെ കുറെ കഫാണ്, മുഞ്ഞ് മറക്കരുത്. രണ്ട് വാക്കാണ്. മലയാളത്തിൽ രണ്ടിനും കൊരാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നായകൾ കുരക്കുന്നതിനും മനുഷ്യന്മാർ കുരക്കുന്നതിനും ഇംഗ്ലീഷിൽ ഡിഫറൻ്റായ വേർഡാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ. എന്നാൽ ഐ യൂസ് ചെയ്യുമ്പോൾ ഐ, യു, ദേവി ഈ 4 വാക്കും പ്ലൂറലാണെന്നറിയാം, ബഹുവചനം ആണെന്നറിയാം. എണ്ണം കൊണ്ട് ഒന്നല്ലെങ്കിലും നമ്മൾ കൂടുതലുണ്ട്, എണ്ണം കൊണ്ട് കൂടുതലുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ ബഹുവചനം എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെർബിൻ്റെ കൂടെ പ്ലേൻ്റെ കൂടെ എസ് ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഐ പ്ലേ, ഐ പ്ലേ. അവിടെ നമ്മൾ ഡസ് പോലെയുള്ള ഏതെങ്കിലും ഓസ്ലറിയെ ഒളിപ്പിച്ച് നിർത്തുന്നുണ്ടോ? ഉണ്ട്. ഡസിൻ്റെ അമ്മായിൻ്റെ മോള്, ഡസിൻ്റെ അമ്മായിൻ്റെ മോളാണ് ഡു. ഡൂയെ കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് പറയാൻ ഭയങ്കര ഈസിയാണ് ഈ കാര്യം. ഐ ഡു നോട്ട് പ്ലേ, ഐ ഡോണ്ട് പ്ലേ. ഓക്കെ, ഐ പ്ലേ, ഐ ഡു നോട്ട് പ്ലേ. അപ്പോൾ നിങ്ങൾക്ക് സിംഗുലർ സെൻറ്റൻസ് ക്രിയേഷനും മനസ്സിലായി, പ്ലൂരൽ സെൻറ്റൻസ് ക്രിയേഷനും മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പി പ്രശ്നം വിടൂ. ഓക്കെ, അതായത് നമുക്ക് ഒരു വാക്യം നമുക്ക് നെഗറ്റീവ് വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചേർക്കുക. നോട്ട് ചേർക്കണമെങ്കിൽ എല്ലായ്പ്പോഴും സഹായക ക്രിയൻ്റെ കൂടെ നോട്ട് ചേർക്കാൻ പറ്റുള്ളൂ. ഓരോ ടെൻസിലെ ഇപ്പോൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറലാണെങ്കിലും ഒക്കെ തന്നെ വേറെ വേറെ സഹായക്രിയകളാണുള്ളത്. അപ്പോൾ നമ്മൾ സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഡസ് എന്ന് പഠിച്ചു, പ്ലൂറലാകുമ്പോഴുള്ള സഹായക്രിയ ഡു ആണ്. ഈ രണ്ടിൻ്റെയും കൂടെ നോട്ട് ചേർത്താൽ മാത്രമേ നമുക്ക് നെഗറ്റീവായ സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഐ പ്ലേ എന്ന് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ഡു നോട്ട് പ്ലേ അഥവാ ഐ ഡോണ്ട് പ്ലേ എന്ന് പറഞ്ഞത്. കാരണം ഓസ്ലറിയുടെ കൂടെ മാത്രമേ നോട്ട് ചേരുള്ളൂ. അടുത്ത ടെൻസുകളൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഊന്നി പഠിപ്പിക്കും. ഓക്കെ, ഓസ്ലറി വെർബിൻ്റെ അഥവാ ഹെൽപ്പിംഗ് വെർബിൻ്റെ സഹായക ക്രിയ എന്ന് പറയുന്ന ക്രിയയുടെ കൂടെ മാത്രം നോട്ട് ചേരുള്ളൂ. നോട്ട് ചേർന്നാൽ പലപ്പോഴും അവ രണ്ടും പാടെ ചുരുങ്ങാറുണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഡസ് നോട്ടിനെ ഡസീൻഡ് എന്ന് പറയുന്ന പോലെ, ഡു നോട്ടിനെ ഡോണ്ട് എന്ന് പറയുന്ന പോലെ, ഈസ് നോട്ടിനെ ഈസിൻഡ് എന്ന് പറയുന്ന പോലെ, ഹാവ് നോട്ടിനെ ഹാവിൻഡ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ചുരുങ്ങാറുണ്ട്. അതും കൂടി നിങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഐ ഡു നോട്ട് പ്ലേ, ഐ പ്ലേ, ഐ ഡു നോട്ട് പ്ലേ അഥവാ ഐ ഡോണ്ട് പ്ലേ കേട്ടോ. ഡു നോട്ട് പ്ലേ എന്ന് പറഞ്ഞാലും ഡോണ്ട് പ്ലേ എന്ന് പറഞ്ഞാലും ശരിയാണ്, രണ്ടും പല കേസിൽ യൂസ് ചെയ്യും. സ്പോക്കണൊക്കെ ആവുമ്പോൾ ഐ ഡോണ്ട് പ്ലേ എന്നാണ് പറയാറുള്ളത്. ഓക്കെ കേട്ടോ, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതോടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ കഴിയാണ്. രണ്ടാമത്തെ ഘട്ടമായി പഠിപ്പിക്കുന്നത് എക്സാമ്പിളാണ്. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷീ പ്ലേസ്, ഹീ പ്ലേസ്, ഇറ്റ് പ്ലേസ്. കണ്ടോ, എല്ലാ വെർബിൻ്റെയും കൂടെ എസ് ഉണ്ട്. എസ് അല്ല ഉള്ളത്, ഡസിനെ ഒളിപ്പിച്ചതാണ്. ഓക്കെ, എന്നാൽ ഐ, യു, ദേവി, ഐ പ്ലേ, യു പ്ലേ, ദേ പ്ലേ, വി പ്ലേ. ഇവിടെയും നമ്മൾ ഒരു വേർഡിനെ ഒരു ഓസ്ലറിയെ ഒളിപ്പിക്കുന്നുണ്ട്. അയാൾ തടി കുറഞ്ഞ ആളായതുകൊണ്ട് അയാളെ ബോഡി പാർട്സ് ഒന്നും പുറത്തേക്ക് കാണുന്നില്ല. സോ അത് ഡു ആണ്, ഡി ഒ. ഡോ എന്ന് പറയരുത്, ഡു എന്നേ പറയാവൂ. ഇപ്പോൾ കാര്യം ഒന്നും കൂടി മനസ്സിലായിട്ടുണ്ടാവും. എക്സാമ്പിളും സംഭവം ക്ലിയർ ആണ്. ഞാൻ കൂടുതൽ എക്സാമ്പിൾ പറയുന്നില്ല കേട്ടോ. ഓരോ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, എന്നാൽ പിന്നെ വേഗം പഠിയും നമുക്ക്. ഇനി ഈ ടെൻസ് നമ്മൾ ലൈഫിൽ പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. ഒന്നാമത്തതാണ് നമ്മൾ ബുക്കിൽ പറയുന്നുണ്ട് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ. ഇത് കേൾക്കുമ്പോൾ ഇത് കടിച്ചപ്പൊട്ടത്തെ വാക്കൊന്നുമല്ല, ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കാണ് ഹാബിച്വൽ. നമ്മൾ ഹാബിറ്റ് അല്ലേ, ഹാബിറ്റ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ശീലം. നമ്മൾ എന്നും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നമ്മളെ ശീലമാണെന്ന് പറയും. അപ്പം അത്തരം ശീലങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. നിങ്ങൾ നോക്കൂ, അവിടെ
ഷീ ഗോസ് ടു കോളേജ് എവറി ഡേ ബൈ ബസ്. ഷീ ഗോസ് ടു കോളേജ് എവറി ഡേ ബൈ ബസ്. അവൾ എല്ലാ ദിവസവും ബസ്സിലാണ് കോളേജിലേക്ക് പോകാറുള്ളത്. അങ്ങനെ പോകാറുണ്ട് ആ രീതിയിൽ പറയുമ്പോഴേ പതിവാവുള്ളൂ, ശീലമായിട്ട് പറയാൻ പറ്റുള്ളൂ. അർത്ഥം എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. അവൾ എല്ലാ ദിവസവും ബസ്സിലാണ് കോളേജിലേക്ക് പോകാറുള്ളത്. ഈ പോകാറുണ്ടെന്ന് പറയുമ്പോൾ പതിവായല്ലോ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ടെൻസിൽ ഇങ്ങനെ വാക്യം പറയുമ്പോൾ നമ്മൾ താഴെ കൊടുത്ത വാക്കുകളൊക്കെ അവിടെ യൂസ് ചെയ്യും. നിങ്ങൾ നേരത്തെ ഒരു ലെസണിൽ ടൈം കാണിക്കുന്ന ആഡ്വർബുകളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ആഡ്വർബ് ഓഫ് ടൈം നമ്മൾ പറഞ്ഞിരുന്നു. സമയം കാണിക്കുന്ന ക്രിയാവിശേഷണങ്ങൾ. അങ്ങനെ വരുന്ന മറ്റു ചില ക്രിയാവിശേഷണങ്ങളാണ് സമയം കാണിക്കുന്ന ആഡ്വർബ് ഓഫ് ടൈമാണ് ഓൾവേസ്. ഓൾവേസ് എന്ന് ആരംഭിച്ച് മന്ത്ലി വരെയുള്ള പദങ്ങൾ. ഞാൻ ഈ വാക്കിൻ്റെ ഒക്കെ അർത്ഥം പറയാണ്, അതും കൂടി എഴുതി വെച്ചുകൊണ്ട് എക്സാമ്പിൾ പറയുന്നത് നന്നായിരിക്കും. ഓൾവേസ് എല്ലായ്പ്പോഴും. ഓക്കെ, ഓൾവേസ് എല്ലായ്പ്പോഴും. ഓൾവേസ്. ഷീ ഓൾവേസ് കംസ് ടു മൈ ഹൗസ്. ഷീ ഓൾവേസ് കംസ് ടു മൈ ഹൗസ്. അവൾ എല്ലായ്പ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഷീ ഓൾവേസ് കംസ് ടു മൈ ഹൗസ്. ഇനി അടുത്താണ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ശേഷം എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഐ വിൽ ഗോ ആഫ്റ്റർ യു കം. ഐ വിൽ ഗോ ആഫ്റ്റർ യു കം. യു കം എന്ന് പറയുമ്പോൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. ഐ വിൽ ഗോ എന്ന് പറയുമ്പോൾ പ്രസന്റ് സിമ്പിൾ അല്ല, അത് വേറെ ടെൻസ് ആണ്. നമുക്ക് ആ സമയത്ത് അത് പഠിക്കാം, ഭാവിയിൽ വരുന്നുണ്ട്. ഐ വിൽ ഗോ ആഫ്റ്റർ യു കം. നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ പോയിക്കോളാം. ഐ വിൽ ഗോ ആഫ്റ്റർ യു കം. ഓക്കെ, എക്സാമ്പിൾ എത്ര എഴുതിച്ചോളൂ. യൂഷ്വലി, അടുത്ത വാക്കാണ് യൂഷ്വലി. യൂഷ്വലി പതിവായിട്ട്. പതിവായിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഷീ, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഞാൻ അല്പം സ്ലോല പറയുന്നുണ്ട് കേട്ടോ. ഷീ യൂഷ്വലി go to church on Sundays. She usually goes to church on Sundays. She usually goes to church on Sundays. അവൾ ഞായറാഴ്ചകൾ തോറും ചർച്ചിലേക്ക് പോകാറുണ്ട്. അവൾ ഞായറാഴ്ചകൾ തോറും പതിവായിട്ട് ചർച്ചിലേക്ക് പോകാറുണ്ട്. യൂഷ്വലി പതിവായിട്ട്. ഓക്കെ, അവൾ ഞായറാഴ്ചകൾ തോറും പതിവായിട്ട് ചർച്ചിലേക്ക് പോകാറുണ്ട്. ചർച്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. ഓക്കെ, നെവർ. നെവർ, അടുത്ത വേർഡ് നെവർ. നെവർ ആളെ കുഴപ്പിക്കുന്ന പദമാണ്, പ്രയാസം ഉണ്ടാക്കുന്ന വാക്കാണ്, തിരിച്ചറിയണം. നെവർ ഒരിക്കലും ഇല്ല. നെവർ ഒരു വാക്യത്തിൽ ചേർക്കുകയാണെങ്കിൽ നോട്ട് ഇല്ലാതെ തന്നെ ആ വാക്യം നെഗറ്റീവായിട്ട് മാറും. ആ വാക്യം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ഷീ നെവർ ഗോസ് ടു കോളേജ്. അവൾ ഒരിക്കലും കോളേജ് പോകാറില്ല. ഷീ നെവർ ഗോസ് ടു കോളേജ്. ഓക്കെ, ഷീ നെവർ കംസ് ഹിയർ. ഷീ നെവർ കംസ് ഹിയർ. അവൾ ഒരിക്കലും ഇവിടെ വരാറില്ല. ഷീ നെവർ കംസ് ഹിയർ. എക്സാമ്പിൾ അങ്ങനെ എഴുതി വെക്കണം. എക്സാമ്പിൾ എഴുതുമ്പോൾ അർത്ഥം കൂടി എഴുതി വെക്കുന്നത് ഒരുപാട് സഹായിക്കും. നമ്മളെ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്പം പ്രയാസം ഉണ്ടെങ്കിലും ഒന്ന് നന്നായി മനസ്സിലാക്കി പോയിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രയോഗമാണ് ജനറലി. ജനറലി മീൻസ് സാധാരണയായിട്ട്. സാധാരണയായിട്ട്. ജനറലി സാധാരണയായിട്ട്. ഷീ generally goes to college by bus. She generally goes to college by bus. She generally goes to college by bus. അവൾ സാധാരണയായിട്ട് അവൾ ബസ്സിലാണ് കോളേജിലേക്ക് പോകാറുള്ളത്.
സാധാരണയായിട്ട് അവൾ ബസ്സിലാണ് കോളേജിലേക്ക് പോകാറുള്ളത്. ഇനി ഒക്കേഷണലി, വല്ലപ്പോഴും. ഒക്കേഷണലി, വല്ലപ്പോഴും. ഈ പറഞ്ഞ വാക്കുകളൊക്കെ എവിടെയാണ് സാർ ഉപയോഗിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഷീ എന്ന സബ്ജക്റ്റും കം അല്ലെങ്കിൽ ഗോ തുടങ്ങിയ വെർബിൻ്റെയും ഇടക്കാണ് ഈ വാക്കുകളൊക്കെ വരിക. അപ്പോൾ ശ്രദ്ധിക്കണം, സബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെ ഇടക്കാണ് ഈ പറയുന്ന ആഡ്വർബ് ഓഫ് ടൈംസ് ഫുള്ള് വരുന്നത്. അതുകൊണ്ട് ഒക്കേഷണലി, വല്ലപ്പോഴും. ഷീ ഒക്കേഷണലി കംസ് ഹിയർ. അവൾ വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഷീ ഒക്കേഷണലി കംസ് ഹിയർ. ഞാൻ എഴുതുന്ന എക്സാമ്പിൾ അതുപോലെ തന്നെ എഴുതുക, അർത്ഥവും എഴുതുക. ഷീ ഒക്കേഷണലി കംസ് ഹിയർ. അവൾ വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഇനി അടുത്ത എക്സാമ്പിളാണ് റെയർലി. റെയർലി, റെയർലി വിരളമായിട്ട്. റെയർലി വിരളമായിട്ട്. ഷീ റെയർലി കംസ് ഹിയർ. അവൾ വിരളമായിട്ട് മാത്രമേ ഇവിടെ വരാറുള്ളൂ. അവൾ വിരളമായിട്ട് മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഷീ റെയർലി കംസ് ഹിയർ. അടുത്ത പദം കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. സെൽഡം. നെവറിൻ്റെ കൂട്ടുകാരിയാണ് സെൽഡം. സെൽഡം നെഗറ്റീവ് വേർഡാണ്. അഥവാ നെവറും സെൽഡും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നോട്ട് ചേർക്കാതെ തന്നെ ആ വാക്യത്തിൻ്റെ അർത്ഥം നെഗറ്റീവായിട്ട് മാറും. സെൽഡം, തീരെയില്ല. സെൽഡം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് തീരെയില്ല. ഷീ സെൽഡം കംസ് ഹിയർ. ഷീ സെൽഡം കംസ് ഹിയർ. അവൾ ഇവിടെ തീരെ വരാറില്ല. അവൾ ഇവിടെ തീരെ വരാറില്ല. എഴുതി വെക്കണം കേട്ടോ, കാരണം പിന്നെ വായിക്കുമ്പോഴേ ഒന്നും കൂടി ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ഡെയിലി. അടുത്ത വാക്കുകൾ ഞാൻ കൂടുതൽ എക്സാമ്പിൾ പറയുന്നില്ല. സെൽഡം. ഷീ സെൽഡം കംസ് ഹിയർ. ഷീ സെൽഡം കംസ് ഹിയർ. അവൾ ഇവിടെ തീരെ വരാറില്ല. അവൾ ഇവിടെ തീരെ വരാറില്ല. ഓക്കെ, അപ്പോൾ ഈ നെവറും സെൽഡും ഒക്കെ വാക്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നോട്ട് ഉപയോഗിക്കാതെ തന്നെ ആ വാക്യത്തിൻ്റെ അർത്ഥം ഇല്ല, അല്ല എന്നൊക്കെയാവും. പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. കുറേ ദിവസങ്ങൾ മാറി മാറി വായിക്കണം. എക്സാമിന് പാസ് മാർക്കിന് PDF-ഉം റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ യൂട്യൂബ് ക്ലാസ്സും റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവണേയില്ല. ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങിക്കും എന്ന് എനിക്കുറപ്പാണ്. പഠിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ, പഠിക്കുകയാണെങ്കിൽ മാത്രം. പഠിക്കാതെ ഫുൾ മാർക്ക് കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ. നിങ്ങൾ ഇനി വേറൊന്നും ആലോചിക്കണ്ട. ഓക്കെ കേട്ടോ, പഠിക്കുകയാണെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ എരും പുളിയും അറിയുന്ന സമയമാണ്, കോഴ്സിൻ്റെ ലാസ്റ്റ് സമയമാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എക്സാം ആയതുകൊണ്ട് സ്പീഡിലൊന്നും എടുത്തുകൊണ്ട് പോർഷൻ അങ്ങ് തീർക്കുന്നില്ല. കാരണം എക്സാം ഒരു അളവുകോലാണെങ്കിൽ പോലും നിങ്ങളെ ശരിയായ എക്സാം അടുത്ത ജൂൺ 1-ാം തീയതിയാണ്, അല്ല ജൂൺ 2-ാം തീയതിയാണ്, അതും അല്ല ജൂൺ 3-ാം തീയതിയാണ്. ഇങ്ങനെ ഞാൻ ജൂൺ 1, 2, 3 പറയാൻ കാരണം ഇതിൽ ഏത് ദിവസവും സ്കൂൾ ആരംഭിക്കും കേട്ടോ. നമ്മുടെ യഥാർത്ഥ പരീക്ഷ അന്നാണ്, മറക്കണ്ടത്. അവിടെ നിന്നാണ് തുടങ്ങുകയാണ് പിന്നെ പരീക്ഷ, അല്ല പരീക്ഷണം. ഓക്കെ, അതും കൂടി ലക്ഷ്യമാക്കിയിട്ട് പഠിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ 1.5 മണിക്കൂർ, 1 മണിക്കൂർ 50 മിനിറ്റുള്ള വീഡിയോ ആണ് നമ്മുടെ PDF-ൻ്റെ വീഡിയോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കഴിഞ്ഞ എക്സാമിനൊക്കെ. 1-2 ക്വസ്റ്റ്യൻ പുറത്തുനിന്നുണ്ട്, പക്ഷെ അതുപോലും പ്രയാസമില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PDF ഒക്കെ ഉണ്ട്, റെഡി ആയിരിക്കുകയാണ്, പഠിക്കാൻ തയ്യാറായിക്കോളൂ. എന്തായാലും സ്കൂൾ മാനേജ്മെൻറ്റും പ്രീ പ്രൈമറി തിയറിയും മോണ്ടിസോറി ഫിലോസഫിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പോയിക്കോട്ടെ. അതിലൊന്നും നിങ്ങൾ പിന്നിലേക്കാവരുത് കേട്ടോ. നമുക്ക് ഫുൾ മാർക്കാണ്. ഫുൾ മാർക്കിൽ കുറഞ്ഞ ഒന്നിനും നമ്മൾ തയ്യാറല്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. ആ ഫുൾ മാർക്ക് ഉണ്ട്, കിട്ടിയേ പറ്റൂ. അതൊരു വാശിയോട് കൂടി ഇന്ന് മുതൽ എക്സാം കഴിയുന്നവരേ വേണം. ഓക്കെ കേട്ടോ, വാശി ഉണ്ടാവട്ടെ. ഇനി അപ്പോൾ നമ്മൾ ഡെയിലി, ദിവസേന, ആനുവലി, വർഷം തോറും, മന്ത്ലി, മാസം തോറും, ഇത് ഞാൻ കൂടുതൽ യൂസേജ് പറഞ്ഞില്ല, കൂടുതലായിട്ട് എക്സാമ്പിൾ പറയുന്നില്ല. സിമ്പിളാണ്,
കേട്ടോ. ഒരുപാട് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലാസ് തന്നെ ലാഗ് അടിപ്പിക്കും. അടുത്ത പ്രയോഗമാണ്, നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ട് ഒരു സമൂഹത്തെക്കുറിച്ച് ഒരാളെക്കുറിച്ചോ പറയുമ്പോൾ, പ്രത്യേക സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് പറയുക. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ കാര്യം മനസ്സിലാവും. ബോയ്സ് പ്ലേ ഫുട്ബോൾ. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. എപ്പോഴും സമയം പറയുന്നില്ല, എപ്പോഴാണെങ്കിലും ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് പറയുക. വേണമെങ്കിൽ ഇതിനെ നാച്ചുറൽ ട്രൂത്ത് എന്നും പറയാം. കാരണം പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ ആൺപിള്ളേരാണ് ഫുട്ബോൾ കളിച്ച് കാണുന്നത്. ഇന്നിപ്പോൾ അതിന് വിഘാതമായിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ തലമുറയിലും എൻ്റെ തലമുറയിലും ഒക്കെ നമ്മളെ സ്കൂളിലൊന്നും ഫുട്ബോൾ കളിക്കുന്ന പെൺകുട്ടികളെ കാണൂലായിരുന്നു, അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? പലപ്പോഴും ഈ 11 ആളുകൾ 22 കളിക്കാർ ഒരു ബോളിന് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്നത് കാണുമ്പോൾ ആ ഫുട്ബോൾ മത്സരം കാണുന്ന പെൺകുട്ടികൾ പറയാറുണ്ട്, ഇതിപ്പോൾ ബാക്കി 21 ബോളാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ, ഇവരുടെ കളിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഓക്കെ, മാത്രമല്ല ഫുട്ബോൾ കളിയിൽ പലപ്പോഴും എന്താ പറയുക, ബോൾ എടുക്കാൻ വേണ്ടി ഐഷോൾ എന്ന് പറയും. ഈ ഓടിക്കതച്ച് കളിക്കുന്ന കളിക്കാരൻ പലപ്പോഴും കിതപ്പ് കൊണ്ട് പറയുമ്പോൾ ലാസ്റ്റ് എള്ള് പുറത്തേക്ക് വരില്ല, ഐഷാൾ എന്നുള്ള എള്ള് പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് പലപ്പോഴും ഐഷ എന്നേ വരുള്ളൂ. ഇത് കേൾക്കുന്ന ആയിഷ എന്ന പെൺകുട്ടിക്ക് വരെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇയാൾ ഫുട്ബോളിൽ വരെ എൻ്റെ പേരാണ് പറയേണ്ടത് പഠിച്ചോനെ എന്ന് വിചാരിക്കാറുമുണ്ട്. ഓക്കെ, അതായിരുന്നു ഫുട്ബോളിനെ കുറിച്ച് ഒരു കാലത്ത് നമ്മളെ ധാരണ. പിന്നെ മെസ്സിക്ക് ഇറങ്ങിയ ശേഷമാണ് ഫുട്ബോൾ എന്ന കളിയെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാകുന്നത്, അല്ലേ? അപ്പോൾ ഒരു നാച്ചുറൽ ട്രൂത്താണ്, ബോയ്സാണ് ഫുട്ബോൾ കളിക്കാറുള്ളത്, ഗേൾസ് ഫുട്ബോൾ കളിക്കുന്നത് കാണുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഫൈനൽ കണ്ടിട്ട് ഒരു താത്ത വാട്സപ്പിൽ പറയാണ്, ഓൻ്റെ മക്കളെ ടെൻഷൻ അടിച്ച് ലൈഫിൽ ഞാൻ ഇത്രയും ടെൻഷനോട് കൂടി ഇരുന്നിട്ടില്ല കേട്ടോ. 2-0, 2-2, പിന്നെ 3-2, പിന്നെ 3-3. നെഞ്ചിടിപ്പായിരുന്നു. വെറുതെ അല്ലേ ഈ ഫുട്ബോൾ ഇത്രയും വലിയ കളിയായി മാറുന്നത്. ഇപ്പോഴൊക്കെ ഫുട്ബോൾ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മുടെ ധാരണകൾ അങ്ങനെ ആവാറുണ്ട്, അല്ലേ? നിങ്ങളിൽ പല ആൾക്കാരും മെസ്സിയുടെ ഫാൻ ആയിരിക്കും. ആണോ? മെസ്സിയാണോ നെയ്മോനാണോ? സോറി, നെയ്മോൻ, ഞാനേതാ പറഞ്ഞത് കേട്ടോ. നെയ്മർ. ഞാൻ നെയ്മോൻ എന്ന് പറയുമ്പോൾ സാറ് നെയ്മറിന് ഏറ്റ പേരിട്ടോ, എത്തണ്ട. നെയ്മർ ആരാണ് നിങ്ങളുടെ ഫാൻ? ആരാണ്? ഇല്ലയെന്ന് പറയണത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരാണ്? മെസ്സിയാണ്. എന്നാൽ മെസ്സി മാത്രമാവില്ല, ക്രിസ്ത്യാനോക്കും വനിതാ ആരാധകർ ധാരാളം. CR7നെയും ധാരാളം. ഇപ്പോൾ ഇറങ്ങിയ എംബാപ്പയ്ക്ക് തോന്നുക ഈ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ലേഡീസ് ആരാധകരുണ്ടായിരുന്നത് എംബാപ്പയ്ക്കായിരുന്നു. എംബാപ്പയെ മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം വീട്ടിൽ നമ്മളെ ഹസ്ബൻഡ് അനിയനും എല്ലാം പാടെ അവരെ കൂട്ടുകാരെല്ലാം പാടെ വന്നുകാണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ആർപ്പും വിളിയും കൂടി കൂട്ടുമ്പോൾ നമ്മളും ഇതൊന്ന് കണ്ടു നോക്കും. ഇതിപ്പോൾ എന്താ അത്ര ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക, എന്താ ഉള്ളത് ഒന്ന് കണ്ടു നോക്കും, അല്ലേ? അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അവർക്കുള്ള ടെൻഷൻ നമുക്കും കയറും. ഓക്കെ, അത് സ്വാഭാവികമാണ്. യെസ് കേട്ടോ. അപ്പോൾ പക്ഷെ എങ്കിലും ആ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കണം. ബോയ്സ് പ്ലേ ഫുട്ബോൾ. കാരണം നാച്ചുറലായ ട്രൂത്ത്. ഇപ്പം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. അത് കന്യാകുമാരി പോയാലും സൂര്യൻ കിഴക്കേനെ ഉദിക്കുക. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നത് നമ്മുടെ നാട്ടിൽ പടിഞ്ഞാറാണെങ്കിൽ കന്യാകുമാരി പോയാൽ കിഴക്കനെയാണ് അസ്തമിക്കുക. ഒന്ന് പോയി കണ്ട ശേഷം എന്താണ് കാരണം എന്ന് അന്വേഷിച്ചോളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. കന്യാകുമാരിയിൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ ദിശയിലാണ്,
ഒരേ കിഴക്കാണ്, ഒരേ ഈസ്റ്റിലാണ്. അതുകൊണ്ട് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്ന് പറയുന്ന നാച്ചുറൽ ട്രൂത്ത് നിങ്ങൾ കന്യാകുമാരി പോകുമ്പോൾ ആകെ മറിയും, ആകെ തിരിയും. ഓക്കെ, അപ്പോൾ നാച്ചുറലായ ഒരു പ്രസൻറ്റ്, ഒരു ട്രൂത്ത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഡോഗ്സ് മേക്ക് ബെറ്റർ പെറ്റ്സ് ദാൻ കാറ്റ്. പൂച്ചകളെക്കാളും നല്ല പെറ്റുകൾ, വളർത്തു മൃഗങ്ങൾ നായകളാണ്. കള്ളന്മാർ വന്നാൽ പൂച്ച ഒച്ചപ്പാടുണ്ടാക്കൂല. പകരം ഇപ്പോഴത്തെ പല പൂച്ചകളും കള്ളന്മാർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കള്ളത്തനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് കട്ടാവേണ്ട സമയത്താണ് കറക്റ്റ് പൂച്ച ഫിഷ് അടിച്ചു മാറ്റാൻ വേണ്ടി വരിക. അല്ലേ? പൂച്ച വാച്ച് കെട്ടുന്നുണ്ടോ, ഇനി സ്മാർട്ട് വാച്ച് ആണെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ പൂച്ചക്കും പാരയക്കണം. കാരണം നമ്മൾ ഇൻവെർട്ടർ വെച്ച ശേഷം അവൻ തീരുമാനമായിക്കണം. സത്യമല്ലേ പറഞ്ഞത്? അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി പക്ഷേ കള്ളന്മാർ വീട്ടിൽ വന്നാൽ നായകൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഓന്മാർ നല്ല കുരയണീക്കാരം. ചിലപ്പോൾ സറൗണ്ട് കുരയൊക്കെ എണീക്കാരം ഉണ്ടാവുക. ഭയങ്കര സൗണ്ട് എണീക്കാരം. വീട് വരെ കുരുങ്ങും. ചില നായക്കളെ കുരമുണ്ട്. ഈ ഡോബർമാൻ എന്ന് പറഞ്ഞൊരു നായുണ്ട്. നായകൾ പല തരമുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ കാണുന്ന, റോട്ടിൽ കാണുന്ന നായല്ല, അത് ലോക്കൽ ഡോഗ്. എന്താണ് പറയുക? നാസ്റ്റി ഡോഗ്. അതിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല, നാസ്റ്റി ഡോഗ്. ഓക്കെ, എന്നാൽ നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ വേറെ ഉണ്ട്. ജർമ്മൻ ഷെപ്പേർഡ് കണ്ടാൽ പേടിയാവും. നമുക്ക് ഒരു ദിവസം ഒരു പ്ലേറ്റ് ബീഫ് പൊരിച്ചത് മതിയെങ്കിൽ മുപ്പൊരാൾക്ക് 2-3 കിലോ ബീഫ് പൊരിച്ചത് വേണ്ടി വരും. ബീഫ് ഫ്രൈ വേണ്ടി വരും. ആർക്ക്? ജർമ്മൻ ഷെപ്പേർഡിന്. നല്ല 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 ഉഗ്രജാതിയാണ്. എന്നാൽ ഈ ബാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ ഡോബർമാനാണ്. കുറച്ച് കഴിഞ്ഞാൽ കള്ളൻ്റെ വരെ ചുവടിൻ്റെ ഊഫർ അടിച്ചു പോകും. അങ്ങനത്തെ കുരയാണ്. ഭയങ്കര. ഓക്കെ, അപ്പോൾ ഡു യു സിങ്? നിങ്ങൾ പാടാറുണ്ടോ? ജസ്റ്റ് കൊടുത്താണ് കേട്ടോ. നാച്ചുറൽ ട്രൂത്ത് എന്ന് നിങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രയോഗം മനസ്സിലാക്കുക, നാച്ചുറൽ ട്രൂത്ത്. ഇനി അടുത്തതാണ് ടു എക്സ്പ്രസ് ആക്ച്വൽ പ്രസൻറ്റ്. നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ നാടകീയമായി പറയാൻ, ഡ്രമാറ്റിക്കായി പറയാൻ, നാടകീയമായി പറയാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. അതെങ്ങനെ? ഡ്രാക്കുള എന്ന ഇംഗ്ലീഷ് നോവലിൽ ജൊനാഥൻ പാർക്കർ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ പേടിയാവുമോ? ഡ്രാക്കുള നോവലിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിൽ പറഞ്ഞ കാര്യം പറയാൻ പോവുകയാണ്. പറയട്ടെ? റെഡിയല്ലേ? അതിൽ ഫസ്റ്റ് പേജിൽ ജൊനാഥൻ പാർക്കർ റുമാനിയ എന്ന യൂറോപ്യൻ രാജ്യത്ത് ഇന്നുള്ള ആ ഭീകരമായ ചെകുത്താൻ കോട്ട, ആ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഒരു ദിവസം അവിടെ താമസിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അദ്ദേഹം അവിടെ എത്തുന്നത് രാത്രി 7 മണിയോട് കൂടിയാണ്. അവിടെ ഉണ്ടാവുന്ന ചടങ്ങുകൾ മുഴുവൻ അദ്ദേഹത്തിന് പേടിപ്പിക്കുന്ന രംഗങ്ങളാണ്. അദ്ദേഹം അതൊക്കെ നാടകീയമായിട്ട് പറയുകയാണ്. ഇങ്ങനെ പറയുന്നത്: ദ സൺ റൈസസ് ആൻഡ് എവ്രിവെയർ ഐ സീ ട്വിലൈറ്റ്. എല്ലായിടത്തും ഞാൻ സന്ധ്യാപ്രകാശം കാണുന്നു. സംടൈംസ് ഐ ഗോ ടു കിച്ചൺ. ഐ നോ ദാറ്റ് ദർ ഈസ് നോബഡി ദർ. There was nobody there staying. But after little time, when I go to, ഈ പറയുന്നൊക്കെ സിമ്പിൾ പ്രസൻ്റ് ആണ്. When I go to the dining hall, I see a bonanza of treat there. A bonanza of treat there. അവിടെ അയാളൊരു സദ്യാവട്ടം കാണുകയാണ്. അവിടെ ആരും താമസിക്കുന്നില്ല. അത് ആളൊഴിഞ്ഞ ബംഗ്ലാവാണ്. പക്ഷെ അവിടെ വർണ്ണശബളമായ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സദ്യ, എന്താ പറയുക, അവിടെ ഒരുങ്ങാനാണ്. ഐ ഹിയർ സം വോയിസസ് ഓഫ് വിമൻ സംവേർ. എവിടെ നിന്നോ ആ സമയത്ത് ഞാൻ സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നു. ജൊനാഥൻ പാർക്കറുടെ പ്രയോഗമാണ്. ഡയറി പോലെയുള്ള പ്രയോഗമാണ് ഇത്. ഇത് വായിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ എന്താണ്
ഇത് വായിക്കുമ്പോൾ നമുക്കും ഇതുപോലുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഈ ഡ്രാക്കുള എന്ന നോവല് ഇന്ന് വരെ ഇറങ്ങിയ പ്രേത നോവലുകളിൽ ഏറ്റവും വലിയ ടെറിഫയിങ് ഹോറിഫയിങ് നോവലായിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അത് വായിച്ച് പൂർത്തിയാക്കുന്ന ദിവസം അന്ന് രാത്രി നിങ്ങൾ ജനവാതിലുള്ള റൂമിൽ ജനവാതിൽ അടച്ച അവസ്ഥയിൽ പോലും നിങ്ങൾ തനിച്ച് കിടന്നുറങ്ങില്ല. ഉറപ്പാണ്. ഐ ചലഞ്ച് ചെയ്യൂ. മനോധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഡ്രാക്കുളൻ്റെ ഒറിജിനൽ മലയാള പരിഭാഷ എടുത്ത് വായിച്ചാൽ മതി. അത് വായിച്ച ശേഷം ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ട് വല്ല മനോരോഗ വിദഗ്ധനെയും കാണാൻ വേണ്ടി ഉള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആക്ച്വൽ പ്രസൻറ്റ് ഐ സീ. നമ്മളും ഇന്ന് രാത്രി ക്ലാസ് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു പോളിത്തീൻ കവർ പാറിപ്പോകുന്നത് കണ്ടു. നാളെ നമ്മളെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ പോളിത്തീൻ കവറായിട്ടാണ് പറയുക, എടി ഞാൻ കണ്ടു. എന്ത് കണ്ടു? അത് ഞാൻ കണ്ടു. ഞാൻ പ്രേതത്തെ കണ്ടു. വെള്ളസാരി ചെയ്യുന്നു. കാണത്തക്ക ഭംഗിയൊന്നുമില്ല. ഇവിടെയൊക്കെ ചോരണ്ട് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രമാറ്റിക് പ്രസൻറ്റ്, നാടകീയമായ വർത്തമാനകാലത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഓളെ പുറത്ത് ആരെയും തോണ്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സാധു മരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഭീകരമാണല്ലോ രംഗം അല്ലേ? ഞാനടുത്ത് അങ്ങനത്തെ അപസർപ്പ കഥ പറയാൻ പോകരുത് കേട്ടോ. യെസ്. ഇനി അടുത്ത പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ അവസാനത്തെ പ്രയോഗമാണ് ടു എക്സ്പ്രസ് പെർമനന്റ് ട്രൂത്ത്. നാച്ചുറൽ ട്രൂത്തും പെർമനന്റ് ട്രൂത്തും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇത് പ്രത്യേകം പറയേണ്ടതില്ല. സ്ഥിരമായ സത്യം എന്താണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇത് വലിയ നാച്ചുറൽ ട്രൂത്ത് ആണല്ലോ, ഒരു പെർമനന്റ് ട്രൂത്ത് ആണല്ലോ. നെക്സ്റ്റ്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും മികച്ച നയം. അത് നമ്മളൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ലാണ് അല്ലേ? അതൊരു സത്യമായ കാര്യമാണ്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പ്രയോഗങ്ങളാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യമായിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. ആ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ പ്രയോഗങ്ങൾ ഒന്ന് വായിക്കണം. എല്ലാവരും ടെസ്റ്റുള്ളവരൊക്കെ ഒന്ന് വായിക്കുക, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ചോളൂ. ഒന്ന് വായിക്കും, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒന്ന് വായിച്ചോളൂ. ഫസ്റ്റ് മുതൽ ടെൻസ് 7 ചാപ്റ്റർ 7 ടെൻസസ് അവിടുന്ന് മുതൽ അവസാനിക്കുന്ന ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി വരെ വായിക്കുന്ന ഓരോ കാര്യവും മനസ്സിലായില്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, വായിച്ചോളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ വായിച്ചു കഴിഞ്ഞാൽ പറയട്ടോ, ഒരു തമ്മിംപ്രശ്നം വിട്ടാൽ മതി. വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞെല്ലാവരും ഓക്കെ. വായിക്കോട്ടെ. ടെസ്റ്റ് ഉള്ളവർ മാക്സിമം വായിച്ചോളൂ കേട്ടോ. കാരണം ആകെ ഒരു 10-12 പേരേ ഉള്ളൂ നമ്മളെ ക്ലാസ്സിൽ. ഓക്കെ, ഇനിയും ഒരു 8 പേരും കൂടി തമ്മിൽ പ്രശ്നം വിടാണ്ട്. മനസ്സിലായാലല്ലേ? സംശയങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസിൻ്റെ എണ്ണം 12 ഉണ്ടെങ്കിലും
നമുക്ക് ആകെ ഒരു 8 ടെൻസ് അല്ലെങ്കിൽ 9 ടെൻസ് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും വലുതാണ് പ്രസൻറ്റ് സിമ്പിൾ. ഇത് പഠിച്ച അത്രയും സമയം ഇനി അടുത്ത ടെൻസുകൾ പഠിക്കാൻ വേണ്ടി വരില്ല, കുറഞ്ഞ സമയം മതി എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ടെൻസുകൾ തീർക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം, എൻ്റെ പ്രതീക്ഷ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ നന്നായി കേൾക്കുക. ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, കാരണം ഒരുപാട് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് മുഷിച്ചിലുണ്ടാക്കരുത്. നമുക്ക് എടുക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് പോകണം. നാളെയും ക്ലാസ് ഉണ്ടാവും, ഏകദേശം ഈ സമയത്ത് തന്നെ ആവും ക്ലാസ് ഉണ്ടാവുക. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നാളേക്ക് ഇന്നത്തെയും ക്ലാസ്സിന് ലിങ്ക് പ്രത്യേകം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. നിങ്ങൾ പഠിക്കും, നിങ്ങൾ നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിങ്ങൾ ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രം പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിച്ചിട്ടുണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ ഇന്ന് വിടവാങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, വെൽക്കം ടു യു ഓൾ. ഇനി എല്ലാം ലീവ് ചെയ്തോളൂ.